നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് ഇൻഡിഗോ വിമാന കമ്പനിയിൽ ഉണ്ടായ പ്രതിസന്ധി. അത് ഏത് രീതിയിലാണ് യാത്രക്കാരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ നേരത്തെ നമ്മൾ ആ കണക്കുകളൊക്കെ സൂചിപ്പിച്ചതാണ്. ഏകദേശം 5 വിമാനങ്ങളാണ് എത്തിച്ചേരുന്നതും പുറപ്പെടുന്നതുമായിട്ടുള്ള ഏകദേശം 5 വിമാനങ്ങളാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത്, റദ്ദാക്കിയിട്ടുള്ളത്. ദിൽന ദിനേശ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ദിൽന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഈ പറയുന്നത് പോലെ യാത്രക്കാരെ നിരന്തരം വലയ്ക്കുകയാണ്. വലിയ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ ഇത്ര പെട്ടെന്ന് റദ്ദാക്കിയത്, വിമാനങ്ങൾ റദ്ദാക്കിയത്. ഓക്കെ, പറയൂ 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 ദില്ല, പറയൂ. അതെ, യാതൊരു മുന്നറിയിപ്പും ലഭിക്കാതെയാണ് വിമാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുള്ളത്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് 5 വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഡൽഹി, മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരു തുടങ്ങി 5 സ്ഥലത്തേക്കുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. യാത്രക്കാരെല്ലാം തന്നെ ഇവിടെ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ ഒരു ക്യാൻസലേഷനെ പറ്റി അറിയുന്നത് തന്നെ. അവർക്ക് യാതൊരു വിധത്തിലുള്ള മെയിലോ ഔദ്യോഗിക മുന്നറിയിപ്പുകളോ ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ ഈ വിമാനത്താവളത്തിലെത്തിയപ്പോൾ മുംബൈയിലേക്ക് പോകുവാനുള്ള ഒരു 23 അംഗ സംഘത്തെ നമ്മൾ കണ്ടിരുന്നു. ഈ പറയുന്നത് പോലെ അവർക്കും ഇനി എന്ത് ചെയ്യണം, എന്താണ് അടുത്തത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന തരത്തിലുള്ള യാതൊരു മുന്നറിയിപ്പും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നില്ല. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ റീഫണ്ടബിൾ എന്ന് പറയുന്ന ഒരു കാര്യം അവർ ചെയ്യാം എന്ന് ഉറപ്പ് പലർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇതും ലഭിക്കുന്ന വിവരമല്ല. അവർ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കൊച്ചിയിലോട്ട് മാറ്റി ഈ ഒരു വിമാന സർവീസ് അങ്ങോട്ടേക്ക് മാറ്റാം, അല്ലെങ്കിൽ അവിടെ നിന്നും വിമാനത്തിൽ പോകാം എന്ന് പറയുന്ന ഒരു ഉറപ്പ് കൂടെ അവർ നൽകുന്നുണ്ട്. പക്ഷെ ഇതും ഔദ്യോഗികമായിട്ട് വരുന്നതല്ല. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇൻഡിഗോ വിമാന യാത്രക്കാരെ വലയ്ക്കുന്നത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. രാജ്യവ്യാപകമായിട്ട് 1000-ഓളം സർവീസുകൾ മുടങ്ങുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, ഇതിൽ ഏതായാലും ഇൻഡിഗോ വിമാന കമ്പനിയിലെ പ്രതിസന്ധി അത് യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇനി ക്രിസ്മസ് വെക്കേഷനൊക്കെ വരാനിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിനായി പല ഭാഗങ്ങളിലേക്ക് നേരത്തെ തന്നെ ടിക്കറ്റ് റിസർവ് ചെയ്തു വെച്ചവരെയൊക്കെ ഇത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി ഇൻഡിഗോ വിമാന കമ്പനിയിൽ ഉണ്ടായ ബുദ്ധിമുട്ട് അതേറെ അനുഭവിക്കുന്നത് ജനങ്ങളാണ്, സാധാരണക്കാരായ യാത്രക്കാരാണ്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഇൻഡിഗോ വിമാന കമ്പനിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് മുതലെടുക്കാൻ മറ്റു എയർലൈൻസുകാർ ശ്രമിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. കാരണം വലിയ രീതിയിൽ ടിക്കറ്റ് നിരക്കൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിൽ പോലെയാണ് മറ്റു വിമാന കമ്പനികൾ ഇതിനെ കാണുന്നതും. പരസ്പരം വിമാന കമ്പനികൾ തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ ഭാഗമായും കേന്ദ്ര വ്യോമയാന നയത്തിൻ്റെ ഭാഗമായും ഈ ഏവിയേഷൻ സിസ്റ്റം എല്ലാം സ്വകാര്യവൽക്കരിക്കും ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാനും ജനങ്ങളെ വലയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനും ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഏതായാലും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് എത്തിച്ചേരേണ്ടതും പുറപ്പെടേണ്ടതുമായ 5 വിമാനങ്ങളാണ് ഇന്ന് ഇതുവരെ റദ്ദാക്കിയിട്ടുള്ളത് എന്ന വിശദാംശങ്ങളാണ് ദിൽന ദിനേശ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.